ആമേൻ. ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ അതിനായിട്ട് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തെ കേൾക്കുവാൻ. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ദൈവത്തിന്റെ വലിയ കൃപയാണ്, ശക്തിയാണ് നമ്മളെ നടത്തുന്നത്. ദൈവത്തിന്റെ വചനം നമുക്ക് വളരെ ലളിതമായി തീരുവാൻ ദൈവങ്ങളെ കുറിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നേരം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വചനഭാഗം വായിക്കാം. 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം. 2 Timothy chapter 2 verse 1. എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. സ്തോത്രം. എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പോസ്തലനായ പൗലോസ് AD 67 റോമിലെ കാരാഗൃഹത്തിൽ തന്റെ മരണം അടുത്തിരിക്കുന്ന സമയത്ത് തീമോഥെയോസിന് എഴുതിയ ഒരു ലേഖനമാണ്. 3 ഇടയ ലേഖനങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. 1 തീമോഥെയോസ്, 2 തീമോഥെയോസ്, തീത്തോസ്. 3 ഇടയ ലേഖനങ്ങളിൽ 2-ാമത്തെ ലേഖനമാണ് തീമോഥെയോസിന്റെ ലേഖനം. അപ്പോൾ തീമോഥെയോസ് എഫെസോസ് സഭയിലെ ബിഷപ്പായിരുന്നു എന്ന് നമുക്കറിയുവാനായിട്ട് കഴിയും. പൗലോസ് മരിക്കുന്നതിന് മുമ്പ് തന്റെ മേലുള്ള ശുശ്രൂഷ ഈ യൗവനക്കാരനായ തീമോഥെയോസിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു സമയത്താണ് ഈ ലേഖനം എഴുതുന്നത്. തണുത്തു വിറച്ച് അരണ്ട വെളിച്ചത്തിൽ എല്ലാവരും കൈവിടപ്പെട്ടവനായി ആ സമയത്ത് മറ്റാരും സഹായത്തിനില്ലാതിരിക്കുമ്പോൾ തീമോഥെയോസിന് വേണ്ടി ഈ ലേഖനം എഴുതാനുള്ള ആ ഒരു പശ്ചാത്തലം അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിന്റെ അവസാന നാളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് സഭ പൗലോസാണ് സ്ഥാപിക്കുന്നത്. ആ സഭയുടെ അധ്യക്ഷനാക്കി വെച്ചിരിക്കുകയാണ് തീമോഥെയോസ്. ഇവിടെ ഒരു ഇടയൻ എഴുതപ്പെട്ട ലേഖനമാണ്. ആ ഇടയനോട് പറയുകയാണ്, ക്രിസ്തു യേശുവിന്റെ കൃപയാൽ നീ ശക്തിപ്പെടണം. അതേസമയം സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി എഴുതുന്ന ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. അതിന്റെ 6-ന്റെ 10-ാമത്തെ വാക്യം എടുത്തോർന്ന് വായിക്കാം. എഫേസ്യർ 6-ന്റെ 10. രണ്ടിലും ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ തന്നെ 2 വ്യക്തികളോടാണ് ഇത് പറയുന്നത്. ഒടുവിൽ കർത്താവിൽ അവന്റെ അമിതബലത്തിന് ശക്തിപ്പെടുക. ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ഇപ്പൊ സഭയോടുള്ള, സഭയിലെ വിശുദ്ധന്മാരോടുള്ള ദൂതാണ് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നു. എന്നാൽ ഇടയനോട് പറയുകയാണ്, എന്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെട്ടേ മതിയാകും. പൗലോസിന്റെ ജീവിതത്തിനോട് പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ഏറ്റവും അധികം എരിഞ്ഞടങ്ങിയ ഒരു ദേവദാസനാണ്, ഒരു അപ്പോസ്തലനാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ കയ്യാൽ വിവിധ തരത്തിലുള്ള വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനിടയായി. അദ്ദേഹം പോകുന്നിടത്തൊക്കെ ആ ദേശത്തെ പിടിച്ചെടുക്കുവാൻ, സഭകൾ സ്ഥാപിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഈ കൃപയാണ്, കർത്താവുള്ള ആശ്രയമാണ്. എഫെസോസ് സഭയിൽ സഭ ആരംഭിക്കുന്നതിന് മുമ്പ് ആ ദേശത്ത് വന്നിട്ട് അദ്ദേഹം യഹൂദന്മാരുടെ പള്ളിയിൽ പോയി സംഭാഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2-ാമത്തെ മിഷണറി യാത്രയിൽ എഫെസോസിൽ വന്ന് ഒരു പള്ളിയിൽ കയറി പ്രസംഗിച്ചിട്ട് പോയി. അതിനുശേഷം അവിടെ അപ്പലോസ് എന്ന് പറയുന്ന ഒരു വാഗ്മി, ഒരു പണ്ഡിതൻ
ന്യായപ്രമാണത്തെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി അവിടെ വന്ന് പ്രസംഗിച്ചു. അദ്ദേഹത്തിന് ആ കൂടെ അറിയാവുന്നത് യോഹന്നാന്റെ മാനസാന്തര സ്ഥാനമാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്ഥാനത്തെ കുറിച്ച് ഈ അപ്പല്ലോസിന് അറിയത്തില്ലായിരുന്നു. എന്നാൽ അക്വിലാവും പ്രിസ്കില്ലയും അപ്പല്ലോസിനെ വളരെയധികം ചേർത്ത് നിർത്തി ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി പറഞ്ഞു കൊടുത്തു. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. സമയം ചുരുക്കം പോലും അത് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്നാൽ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് എഫെസോസിൽ വരികയാണ്. പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം എടുത്തിട്ട് അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചത്. അവിടെ അപ്പല്ലോസ് വന്നു. അവിടെ കുറെ ന്യായപ്രമാണമൊക്കെ അവരെ പഠിപ്പിച്ചു. കുറച്ച് ശിഷ്യന്മാരൊക്കെ ഉണ്ടായി. ഒക്കെ ശരിയാണ്. പക്ഷെ അവിടെ പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. എഫെസോസിൽ ഒരു സ്ഥാപനം അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അപ്പല്ലോസ് കോരിന്തിലേക്ക് മടങ്ങിപ്പോയ സമയത്ത് താൻ പോയ സ്ഥലത്തേക്ക് പിന്നെയും പൗലോസ് മടങ്ങി വരികയാണ്. അതാണ് നമ്മൾ വായിച്ച അപ്പോസ്തലപ്രവൃത്തി 19-ന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്. അപ്പല്ലോസ് കോരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ചു, എഫെസോസിലെത്തി. അപ്പോൾ ഉൾപ്രദേശങ്ങളിൽ കൂടെ കഠിനമായ യാത്രകൾ ചെയ്ത് എഫെസോസിലെത്തിയിട്ട് അവിടെ അപ്പല്ലോസ് പഠിപ്പിച്ച ചില ശിഷ്യന്മാരെ കണ്ടു. വായിച്ചാൽ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. എന്തായിരിക്കാം ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു റീസൺ? നമ്മളിപ്പോ ഒരു ദേശത്ത് പോയി കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒരാളെ കണ്ട വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിക്കും. എന്തായിരിക്കും? നമ്മൾ വല്ലതും കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ചോദിക്കുന്നത്? സൗകര്യമാർ കണ്ട 6-ാം ക്ലാസ്സായിരുന്നു, ആ ഡേറ്റ് കിട്ടി. നമ്മളൊക്കെ സൗകര്യമാരെ നമ്മൾ ചോദിക്കുന്നതാണ് ലൈസൻസ് കിട്ടിയോ, വണ്ടി എടുത്തു, വണ്ടി എടുക്കാൻ പോകും, വണ്ടിയുടെ കാര്യങ്ങളെ ആരെങ്കിലും കണ്ട പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന്റെ ദർശനം വേറൊന്നാണ്. ഒരു ദേശത്ത് കാലുകുത്തുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇരുട്ടിന്റെ ശക്തികളെ മനസ്സിലാക്കാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് അകത്ത് വന്നാൽ മാത്രമേ ദേശത്തിന്റെ ഇരുട്ടുകളെ മനസ്സിലാക്കാനായിട്ട് കഴിയൂ. എഫെസോസ് എന്ന് പറയുന്ന സ്ഥലം അർത്തമീസ് ദേവിയുടെ ആ ക്ഷേത്രം, അല്ലെങ്കിൽ ആ ദേവിയുടെ ക്ഷേത്രം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലം, ഒരു വിഗ്രഹ ആരാധന നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് എഫെസോസ്. അവിടെ ശക്തമായ വിഗ്രഹാരാധനയുള്ള സ്ഥലമാണ്. അവിടുത്തെ പൗലോസോടെ ലാൻഡ് ചെയ്തപ്പോഴേ ഇരുട്ടിനെ മനസ്സിലാക്കി. അവിടെ ഒന്നും നടക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് ദൈവത്തിന് വല്ലതുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നതിനെ പറ്റും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ബയോളജിക്കലി നമ്മുടെ തലമുറയൊക്കെ ജനിപ്പിച്ച് നമ്മളങ്ങനെ പോകുമെന്നുള്ളതല്ലാതെ മറ്റൊന്നും ഒരു മാറ്റവും നമുക്കൊരു ദേശത്ത് ചെയ്യുവാനായിട്ട് സാധ്യമല്ല. പൗലോസിന്റെ ഉള്ളിൽ അവിടുത്തെ വിഗ്രഹത്തിന്റെ ആരാധനയുടെ ഇരുട്ടിന്റെ ശക്തികളെ മനസ്സിലാക്കിയപ്പോൾ പൗലോസ് ശിഷ്യന്മാരോട് ചോദിക്കുക, നീ വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഏകദേശം 12 പേരുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 19 നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ സംഭവമേ കേട്ടിട്ടില്ല. അപ്പൊ അവർ ഇത്രയും നാൾ എത്തുക ചെയ്യും. മനസ്സിലാവുന്നു? അപ്പോൾ ആ വചനം നമ്മൾ ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേൾക്കാത്ത 12 ശിഷ്യന്മാർ. അപ്പല്ലോസ് വാർത്ത 12 ശിഷ്യന്മാർ. അവരെ കണ്ടിട്ട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവരോട്
അതെന്തോ സാധനം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ. അത് കേട്ടിട്ടുകൂടിയില്ല. അപ്പൊ പൗലോസ് ചോദിക്കുന്നത് നിങ്ങൾ ഏത് സ്നാനമാണ് കഴിച്ചത്? അടുത്ത വാക്യം. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്നവരോട് ചോദിച്ചതിന് ആ യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. യോഹന്നാന്റെ സ്നാനമാണ്. യോഹന്നാൻ മാനസാന്തര സ്നാനമാണ്. യോഹന്നാൻ ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരിക്കലും സ്നാനപ്പെടുത്തിയിട്ടില്ല. യോഹന്നാനെ കുറിച്ച് വലിയ ഐഡിയയില്ല. അപ്പോൾ പൗലോസ് അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ച് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത് തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. തന്റെ പിന്നാലെ വന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു. യോഹന്നാന്റെ സ്നാപകന്റെ സ്നാനം കൈക്കൊണ്ട് അതിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരെ അടുത്ത തലത്തിലേക്ക് പൗലോസ് മൂവ് ചെയ്യുക. ദൈവത്തിന്റെ നിയോഗപ്രകാരം എഫെസോസിൽ വന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ പൗലോസ് കണ്ട ശിഷ്യന്മാരെ ആ ദേശത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കുന്ന ആ സമയത്ത് അവരെ അടുത്ത തലത്തിലേക്ക് മൂവ് ചെയ്യുവാനായിട്ട് ഉള്ള ഒരു നിയോഗത്തിൽ ആണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആ സമയത്ത് യേശു വിശ്വസിക്കണം എന്ന് പറഞ്ഞ് അവര് രണ്ടാമത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്തു? അവരെ സ്നാനം കഴിപ്പിച്ചു. ഏഴാമത്തെ വാക്യം. ആ പുരുഷന്മാർ എല്ലാം കൂടി 12 എല്ലാം കൂടെ 12 പേരുണ്ടായി. പൗലോസിന് അടുത്ത നിയോഗം വരികയാണ്. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ദൈവത്തിന് പകരം അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഒരു അവിശുദ്ധൻ സ്തോത്രം. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പൊ ഒരു വലിയ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ സമയത്തിന് തിരുമൊന്നും കടക്കുന്നില്ല. ഇപ്പൊ ഇമ്പോർട്ടേഷൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഉണ്ട്. ഒരു ദേവദാസന്റെ കയ്യിലെല്ലാം കുറെ ആണുങ്ങളും പിന്നെ കുറച്ച് സൗകര്യമാരും ഒക്കെ കൈയൊക്കെ പിടിച്ച് തൂങ്ങാണ്. എന്തോ അഭിഷേകത്തിന് വേണ്ടിയിട്ട് കണ്ടു കാണുമേ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിൽ ഒരു സാധനമില്ല. നമ്മളൊരു നിയോഗത്താൽ എന്തെങ്കിലും ചെയ്യുമ്പോഴേ സംഭവിക്കത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവാണ് വ്യാപരിക്കുന്നത്. പൗലോസിന്റെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കതിന് തെളിവായിട്ട് വാങ്ങി ഞാൻ വായിക്കാം. പൗലോസ് തീമോഥെയോസിന്റെ ലേഖനങ്ങളുടെ അവസാന ഭാഗത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. സ്തോത്രം. എനിക്ക് പൂർണ്ണമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സ്തോത്രം. അവിടെ പറയേണ്ട തീമോഥെയോസ് അതിന്റെ 4:20 വാക്യം. എറസ്തോസ് കൊരിന്തിൽ താമസിച്ചു. എറസ്തോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൊരിന്തിൽ താമസിച്ചു. ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. ത്രോഫിമോസിനെ ഞാൻ മിലേറ്റിൽ രോഗിയായി വിട്ടിട്ട് പോകുന്നു. നേരത്തെ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ. പൗലോസ് യൂത്തിക്കോസ് എന്ന് പറഞ്ഞ ഒരു യൗവനക്കാരൻ ഉറക്കം തൂങ്ങി താഴെ പോയപ്പോൾ, മരിച്ചു പോയപ്പോൾ അവരെ എന്ത് ചെയ്തു? അവരുടെ മേൽ കൈവച്ചു, എഴുന്നേൽപ്പിച്ചു. ഇപ്പൊ ഇവിടെ എന്തുവാ? ത്രോഫിമോസ് എന്ന് പറയുന്നത് പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു യവനായ ഒരു ജാതീയ വിശ്വാസിയായി. ഈ ത്രോഫിമോസിനെ യഹൂദ ദേവാലയത്തിൽ കയറ്റിയതിന് ഒരുപാട് പൗലോസിന് ഒരുപാട് അടിയിടിയൊക്കെ കൊണ്ടതാണ്. ഈ ത്രോഫിമോസിന് രോഗിയായപ്പോൾ പൗലോസ് എന്തുകൊണ്ട് കൈവച്ച് രോഗം സൗഖ്യമാക്കിയില്ല? രോഗിയായി വിട്ടിട്ട് പോകും. അതേസമയം തന്നെ എഫെസോസിൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിൽ കൂടെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ അവിടെ ചെയ്തു. അപ്പൊ രണ്ടും ഞാൻ വചനം പഠിച്ചു എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏത് കാര്യം നിയോഗത്താലേ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളിൽ ഒരു പ്രത്യേകമായ ഒരു സാധനം ആരെയില്ല. അപ്പോസ്തലനായ പത്രോസ് ഒക്കെ ഒരു മുഖത്തിനെ സൗഖ്യമാക്കിയപ്പോൾ എല്ലാവരും വന്നപ്പോഴുള്ള കാലഘട്ടം വീഴാൻ തുടങ്ങി. അപ്പൊ പത്രോസ് പറയുകയാണ്, നിങ്ങൾ എങ്ങനെ കാലം വീഴും? സ്തോത്രം. ഞങ്ങളുടെ സ്വന്തം ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല ഞങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവ നിയോഗത്താലായി നമുക്കത് ചെയ്യാൻ പറ്റും. ദൈവ നിയോഗം നമ്മൾ പ്രാപിക്കുമ്പോൾ
കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെ ചെയ്തത്. പിതാവ് ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് രോഗികളെ സൗഖ്യമാക്കുന്നത്. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് വളരെ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ്. ചുമ്മാതെ 12 പേരെ തിരഞ്ഞെടുത്തല്ല. യൂദയെ പോലും തിരഞ്ഞെടുക്കുവാൻ പ്രാർത്ഥനയിൽ കൂടെയാണ് യൂദയെ പോലും കർത്താവിന്റെ ശിഷ്യനാക്കി മാറ്റി. അപ്പോൾ നിയോഗത്താൽ മാത്രമേ അത് ചെയ്യുവാനായിട്ട് കഴിയൂ. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നിയോഗപ്രകാരം എഫെസോസിൽ വന്നു. കൈവച്ചപ്പോൾ അവർക്ക് അന്യഭാഷ ലഭിച്ചു. അവർ സംസാരിച്ചു. എപ്പോഴും കൈവച്ചാൽ എപ്പോഴും സംഭവിക്കണമെന്നില്ല. എല്ലാവരെയും തലയെ കൊണ്ട് കൈവെക്കാനും പറ്റത്തില്ല. നിയോഗമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അതിന് ഉദാഹരണമാണ് തോബിമോസിനെ മിലേത്തിൽ രോഗിയായി വിട്ടിട്ട് പോകുന്നു. അതിനു മുമ്പ് മരിച്ചവരെ ഉയർപ്പിച്ച പൗലോസ്, അവൻ ഭൂതങ്ങളെ പുറത്താക്കിയ പൗലോസ്, രോഗികളെ സൗഖ്യമാക്കിയ പൗലോസ്, ഒരു രോഗിയെ സ്വന്തം കൂടെ നടന്ന് തന്റെ മിനിസ്ട്രിയിൽ, തന്റെ മിഷണറി യാത്രയിൽ തനിക്ക് സഹായമായിരുന്ന തോബിമോസിനെ രോഗിയായി വിട്ടിട്ട് പോകും. നിയോഗമില്ല. സ്തോത്രം. ചില കാര്യങ്ങൾക്ക് പലപ്പോഴും നമുക്ക് നിയോഗമില്ലാതെ പോകുക. ചില കാര്യങ്ങൾക്ക് ദൈവത്താൽ നിയോഗം പ്രാപിച്ച് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. 12 ശിഷ്യന്മാരെ പൗലോസ് നിയോഗത്താൽ കൈവച്ചപ്പോൾ അവരുടെ അകത്ത് അന്യഭാഷ വരം ലഭിച്ചത്. അന്യഭാഷ എന്ന് പറയുന്നത് ഒരു വരമാണ്, ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് കൊടുക്കി. സ്തോത്രം. അവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് വരാനിടയായി തീർന്നു. ആ പരിശുദ്ധാത്മാവിന്റെ അകത്ത് വന്നപ്പോൾ ഭയങ്കര മാറ്റമുണ്ടായ എഫെസോസ് സഭ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ള ഒരു ചരിത്രമാണ് ഇവിടെ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 19 അധ്യായത്തിലോട്ട് തുടങ്ങി വരുമ്പോൾ സ്തോത്രം അവിടെ കാണുന്ന വായിച്ചാട്ടെ. പുരുഷന്മാരെല്ലാം കൂടി 12 പേരുണ്ടായിരുന്നു. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. 3 മാസം അപ്പോസ്തലനായ പൗലോസ് ദൈവരാജ്യത്തെ കുറിച്ച് ശക്തമായി പ്രസംഗിച്ചു. പ്രാഗൽഭ്യത്തോടെ. സ്തോത്രം. അവരെ സമ്മതിപ്പിച്ചുകൊണ്ട് ഒരു 3 മാസം അവർക്ക് ബൈബിൾ സ്റ്റഡി കൊടുത്തു. അന്ന് പലയിടത്ത് ഇല്ലാതെ പോകുന്ന ബൈബിൾ സ്റ്റഡിയാണ്. ദൈവവചനം അറിയാത്തത് കൊണ്ട് പലരും നമ്മളെ ചൂഷണം ചെയ്യുക, പലരാരും നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ ആൾക്കാരെ കയ്യിലൊക്കെ തൂങ്ങി നിൽക്കുന്ന എന്തോ ഉണ്ടെന്ന് വിചാരിച്ചു. ദൈവവചനം നമ്മുടെ അകത്ത് പഠിച്ചു കഴിഞ്ഞാൽ പൗലോസ് അവരെ ആദ്യമേ ചെയ്തത് അവിടെ ചെന്ന് എല്ലാവരെയും തലയെ കൈ വെച്ചിട്ട് രോഗികളെ സൗഖ്യമാക്കിയല്ല ചെയ്തത്. 3 മാസം ദൈവരാജ്യത്തെ കുറിച്ച് ശക്തമായി പഠിപ്പിച്ചു. കുറച്ചു പേര് താഴ്വായി കഠിനപ്പെട്ട് അനുസരിക്കാതെ വന്നപ്പോൾ വേറൊരു സ്ഥലം, സ്തോത്രം, അതാണ് തുറന്നോസ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ഒരു ബൈബിൾ കോളേജിൽ പുള്ളി അവിടെ സ്ഥാപിച്ചു. തുറന്നോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബൈബിൾ കോളേജിൽ സ്തോത്രം ഇവരെ എല്ലാം പഠിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നത്, അന്നത്തെ കാലത്ത് പുതിയ നിയമമുണ്ടോ? ഇല്ല, പുതിയ നിയമമില്ല. അവരെ ഉള്ളത് കിട്ടിയത് ന്യായപ്രമാണമാണ്. ആ ന്യായപ്രമാണം വെച്ചാണ് പൗലോസ് ഇത് മുഴുവൻ തെളിയിച്ചത്. സുവിശേഷം എഴുതപ്പെട്ടത് AD 55 ശേഷം 55, 56, 57, 58 കാലഘട്ടങ്ങളിലാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, ആമേൻ ഇതെല്ലാം എഴുതപ്പെടുന്നത്. യോഹന്നാൻ സുവിശേഷം AD 90. അതിനു മുമ്പ് തന്നെ ലേഖനങ്ങൾ വന്നതായിട്ട് നമുക്കറിയാം. AD 49 ഗലാത്യ ലേഖനം, പിന്നീട് AD 50 തെസ്സലോനിക്ക ലേഖനം എഴുതിയതായി പറയപ്പെടുന്നു. അതിനുശേഷമാണ് സുവിശേഷത്തിന്റെ പ്രതികൾ പോലും നമുക്ക് പിന്നീട് ലഭ്യമാണ്. പിന്നീട് അവർ എഴുതി ചേർന്നു. ഇതൊന്നും ഇല്ലാതെ യേശുവിനെ പറ്റി ന്യായപ്രമാണത്തിൽ കൂടെ ഇവർക്ക് ദൈവരാജ്യത്തെ കുറിച്ച് ശക്തമായി പൗലോസ് തുറന്നോസിന്റെ പാഠശാലയിൽ പഠിപ്പിച്ചു. സ്തോത്രം. അത് 10ാമത്തെ വാക്യം. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അവരെ ദൈവവചനം പഠിപ്പിച്ചു. അടുത്ത വാക്യം. ആസ്യയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഏഷ്യയിലുള്ള എഫെസോസിലുള്ള സകല യഹൂദന്മാരും യവനന്മാരും
ദൈവത്തിന്റെ വചനം കേൾക്കുവാനിടയായിത്തീർന്നു. അടുത്ത വാക്യം പറയുന്നു, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്യിക്കുകയാൽ അവന്റെ മേന്മയിൽ നിന്ന് ഒന്ന് നോക്കിയേ, 2 വർഷം ദൈവവചനം സ്പ്രെഡ് ചെയ്തപ്പോൾ വചനത്തിന്റെ ശക്തി വ്യാപരിപ്പാനിടയായി. പൗലോസിന്റെ കയ്യിൽ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പൗലോസ് നിയോഗത്താൽ 2 വർഷം ദൈവവചനം പഠിപ്പിച്ചു. ദൈവവചനം അവർ ഏറ്റെടുത്തപ്പോൾ അവൻ സ്തോത്രം, ദേശത്ത് വലിയ അത്ഭുത പ്രവൃത്തികൾ നടക്കുവാൻ ഇടയായി തീർന്നു. ദൈവവചനത്തിനാണ് ശക്തിയുള്ളത്. ദൈവവചനം പവർഫുൾ ആണ്. കർത്താവ് വചനമാണ്. അവൻ ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തതാണ്. ദൈവവചനത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞാൽ അതിൽ കൂടെ വിടുതൽ എടുക്കുവാനിടയായി. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം അസ്ഥികളെയും മജ്ജകളെയും വേർപിടിക്കുന്നവരെ തുറച്ച് കയറും. ഒരിക്കലും ഒരു അസ്ഥിയും മജ്ജയും വേർതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ അതിനെയെല്ലാം ദേഹിയും ആത്മാവിനെ കീറി മുറിച്ച് ഇഴകീറി കടന്നു പോകുന്ന ദൈവത്തിന്റെ വചനം. കാരണം ആ വചനം കേട്ടപ്പോഴാണ് ജാതികളും യഹൂദന്മാരും മാനസാന്തരപ്പെടുവാനിടയായി. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഒരു ദേശത്ത് നമ്മൾ പാർത്താൽ, നമ്മൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, ദൈവവചനം സ്പ്രെഡ് ചെയ്യുമ്പോൾ ദേശത്തിന്റെ ഇരുട്ടുകളെ ഇല്ലാതാക്കുവാനായിട്ട് കഴിയുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്രം. ദൈവത്തിന്റെ ഒരു നിയോഗം പ്രാപിച്ചാൽ മതി. തുടർന്ന് പൗലോസ് മുഖാന്തരം അസാധാരണ വീര്യപ്രവൃത്തികളെ ചെയ്യുക. അവന്റെ മെയ്മേലിൽ നിന്ന് റൂമാലും, അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും രോഗികളുടെ മേൽ കൊണ്ടുതൊട്ടു. പൗലോസിന്റെ മേൽ നമ്മുടെയൊക്കെ എന്റെ നിങ്ങൾ വിയർപ്പിന്റെ മണമണിക്കുവേ. പൗലോസിന്റെ ദേഹത്ത് നമുക്കത് ഇന്നത്തെ കാലത്ത് ചെയ്യാമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അങ്ങനെ ശുശ്രൂഷ ചെയ്യുമോ, അങ്ങനെ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഉയർത്തി വിളിച്ചിരിക്കുന്ന ഒരാളെ തർത്തിപ്പെടും. നമ്മുടെ ദേഹത്തിട്ടാണ് ആലോചിച്ച് നോക്കിയേ. പൗലോസിന്റെ ദേഹത്ത് നിന്ന് സ്തോത്രം റൂമാല് കർച്ചീപ്പ് കൊണ്ട് ദേഹത്തിട്ടിട്ട കർച്ചീപ്പ് എടുത്ത് രോഗികളുടെ മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ രോഗികൾ സൗഖ്യമായി പോകും. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പലരും ആത്മീയ കോളത്തിൽ പലരും അനുകരിക്കുന്നത്, പലരും ഇമിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ എന്തോ കൃപയുണ്ട്. ദൈവത്തിന്റെ നിയോഗത്താൽ നമുക്കൊന്നും ചെയ്യാം. രോഗികൾ കൊണ്ട് വ്യാധികൾ വിട്ടുമാറി ദുരാത്മാക്കൾ പുറപ്പെട്ടു, അൺക്ലീൻ സ്പിരിറ്റുകൾ വിട്ടുമാറി, അശുദ്ധാത്മാക്കൾ വിട്ടുമാറി. ഭയങ്കരമായ കോൺസിക്വൻസ് ഇതൊക്കെ സംഭവിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ഞാനവിടെ വേറെ സംഭവം നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് വായിക്കുന്നില്ല. സ്തോത്രം. അതിന്റെ 17 വായിക്കാം. മറ്റു സംഭവം അത് വേണ്ട. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുമ്പോൾ ദേശത്ത് ഒരു വലിയ ഭയം ഉണ്ടാകുന്നതിനെ അതാണ് ഉണർന്നു പറയുന്നത്. ജനം മാനസാന്തരപ്പെടുന്നതാണ് റിവൈവൽ എന്ന് പറയുന്നത്. ജനം മാനസാന്തരപ്പെടുമ്പോഴാണ് അവർ സകലവും വിട്ടിട്ട് ദൈവമാർഗത്തിലേക്ക് വരുന്നത്. അല്ലാത്തൊന്നും ഉണർവല്ല. ഇറ്റ്സ് നോട്ട് എ റിവൈവൽ. അതെല്ലാം ചുമ്മാ കുറെ ബഹളമാണ്. ഇത് ബഹളമല്ല. റിയലായിട്ട് റിപ്പന്റ് ചെയ്തു ഒരു ദേശത്ത് യഥാർത്ഥമായ മാനസാന്തരം നടക്കുമ്പോഴാണ് ആ ദേശത്തെ ഉണർവുണ്ടാകുന്നത്. ഒരു സഭയ്ക്കകത്ത് യഥാർത്ഥമായ മാനസാന്തരം നടക്കുമ്പോഴാണ് സഭയ്ക്കകത്ത് ഉണർവുണ്ടാകുന്നത്. ഇവിടെ പറയുന്നു എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരെ വാക്കുകളെ ഇവിടെ നിർത്തിയാണ്. വെച്ചാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. അടുത്ത വാക്യം. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞു. യേശുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ റിയലായിട്ട് ആത്മാർത്ഥമായിട്ട് കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകും. പ്രത്യേകിച്ച് അവിശ്വാസികളായ ആൾക്കാർക്ക് ഒരു മാനസാന്തരം ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയമില്ല. വീര്യ പ്രവർത്തികൾ
നടന്നു എന്ന് അവിടെ അതിനുശേഷമാണ് സംഭവമാണ് ഈ പറയുന്നത്. വിശ്വ അനേകം തങ്ങളുടെ പ്രവർത്തികളെ എത്തിപ്പറയും. എന്താ അവരുടെ പ്രവർത്തികൾ? അടുത്ത 18-19. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. സകല വിച്ച്ക്രാഫ്റ്റ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളതായിട്ടുള്ള മന്ത്രവാദിക്കുന്ന ആൾക്കാർ, അതിന്റെ പുസ്തകങ്ങളുണ്ട്. നമുക്ക് ഭയങ്കര വിലയാണ്. ഞാൻ പറഞ്ഞ ദൈവശക്തി എവിടെ ഇറങ്ങി വരുന്നോ ആ ദേശത്തിന് ഇരുട്ടുമാണ്. ദേശത്തിലെ ക്ഷുദ്രപ്രയോഗങ്ങൾ, ആഭിചാരങ്ങൾ, അന്ധകാര ശക്തികള്, മയക്കുമരുന്നിന്റെ സ്പിരിറ്റുകള്, അഡൽട്ടറി സ്പിരിറ്റുകൾ എല്ലാം ദേശത്തു നിന്ന് പോകുവാനിടയായി. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മ നമ്മുടെ അകത്ത് വരുമ്പോഴേ റിയൽ ആയിട്ടൊരു റിപ്പന്റൻസ് ഉണ്ടാകുള്ളൂ. പ്രിയമുള്ളവരെ, ഏകദേശം 50,000 വെള്ളിക്കാശ്, കോടി രൂപ വിലമതിക്കുന്ന, കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പുസ്തകങ്ങൾ ചുട്ടുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവപ്രവൃത്തിയുടെ ദൈവപ്രവൃത്തിയോടെ വെളിപ്പെട്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഞാൻ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. നമുക്ക് തുറന്ന് ചിന്തിക്കാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞത് എഫെസോസ് സഭ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. എഫെസോസ് സഭ പിൽക്കാലത്ത് 12 ശിഷ്യന്മാരെ ചേർത്തുണ്ടാക്കിയ സഭയിൽ തീമോത്തിയോസിന്റെ ബിഷപ്പായിട്ട് വരികയാണ്. അവസാന കാലഘട്ടത്തിൽ AD 90 കാലഘട്ടത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഫെസോസ് സഭയുടെ ബിഷപ്പായി. 50,000 പേര് കൂടിയുള്ള ഒരു ചർച്ചാണ് എഫെസോസ് സഭ എന്ന് ചരിത്രം പറയുന്നു. സ്തോത്രം. ആ സഭയുടെ ബിഷപ്പായിരിക്കുന്ന തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ആ സഭയുടെ അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകുവാനിടയായി. ഹല്ലേലൂയ. നമുക്ക് തുറന്ന് ചിന്തിക്കാം. ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം തീമോത്തിയോസിന് ലേഖനം പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നാം ശക്തിപ്പെടേണ്ടത് നമ്മുടെ ജോലിയിലല്ല, നമ്മുടെ ആരോഗ്യത്തിലല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന വീടിലല്ല, നമ്മുടെ ബാങ്ക് ബാലൻസിലല്ല, നമ്മുടെ കുഞ്ഞുങ്ങളിലല്ല. അവയെ ക്രിസ്തുയേശുവിന്റെ കൃപ നാം ശക്തിപ്പെട്ടേ മതിയാകുന്നു. ഈ കാലഘട്ടത്തിലെ പൈശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കണമെങ്കിൽ, പൈശാചിക അറ്റാക്കുകൾ ഒഴിവാക്കപ്പെടണമെങ്കിൽ ഹല്ലേലൂയ ക്രിസ്തുയേശുവിന്റെ കൃപയിൽ നാം ശക്തിപ്പെട്ടേ മതിയാകത്തുള്ളൂ. ദൈവം നമുക്ക് ദാനമായി ചെയ്തിരിക്കുന്ന സകല കാര്യങ്ങളും ഒന്നിലും ശക്തിപ്പെടുവാൻ നമുക്ക് അവകാശമില്ല. ദൈവത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ നമ്മെ ഏൽപ്പിക്കാം. ഒരു സഭയിലെ, ഒരു ദേശത്തെ ഇരുട്ടുകളെ മാറ്റുന്ന ഒരു പദ്ധതിക്കായിട്ട് ചില ദൈവം തെരഞ്ഞെടുപ്പെങ്കിൽ ഇന്ന് പകൽക്കാലം കൂടിയിരിക്കുന്ന എന്റെയും നിങ്ങളെയും ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്. അതിലേക്ക് കടത്തിവിടുവാൻ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം, അതിനായിട്ട് ഏൽപ്പിക്കാം.